തലച്ചോറ് തിന്നുന്ന അമീബകളെ പറ്റി നമ്മൾ കേരളത്തിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെടുക പോലും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അമീബയെ പറ്റി മനസ്സിലാക്കി വെക്കണം. ഞങ്ങളുടെയൊക്കെ കുട്ടികൾ, ഞാനൊക്കെ ബയോളജി പഠിച്ച് സുവോളജി പഠിച്ച ആളായിട്ട് ജീവനോട് അമീബയെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ജോലി ചെയ്യുന്ന സമയത്താണ്. ഈ കാണുന്നത് ഞാൻ തന്നെ പകർത്തിയ അമീബയുടെ ഒരു വീഡിയോ ആണ് മൈക്രോസ്കോപ്പിലൂടെ കാണുന്നത്. പക്ഷെ ഇത് ഈ നമ്മൾ മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്ന അമീബയാണെന്ന് ഞാൻ പറയുന്നില്ല. ഉപ്പുവെള്ളത്തിലുള്ള അമീബയുടെ രൂപമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അമീബയ്ക്ക് കൃത്യമായിട്ടുള്ള രൂപമോ അല്ലെങ്കിൽ അതിനൊരു സ്ട്രക്ചർ ഇല്ല. പകരം അതിന് ഈ രൂപം മാറിക്കൊണ്ടേയിരിക്കും. അതിന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ശരീരം തന്നെ നീട്ടി വിരലുകൾ പോലെയാക്കി ഈ കാണുന്ന സ്യൂഡോപോഡിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ഇത് സഞ്ചരിക്കും. അത് ആ സ്ട്രക്ചറുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് സ്യൂഡോപോഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ ഇരകളെ അത് പിടിക്കുക, ആഹരിക്കുക, അതിനെ എൻഗൾഫ് ചെയ്തിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് എടുക്കുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പൊ സ്യൂഡോപോഡിയ ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതായിട്ടുള്ള ജീവിയാണ് അമീബ. ഈ രോഗമുണ്ടാക്കുന്ന നീഗ്ലേറിയ ഫൗളറായി എന്ന് പറയുന്ന അമീബയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല പല രൂപങ്ങൾ സ്വീകരിക്കാൻ പറ്റും. അതിപ്പോ അതിന്റെ പ്രജനനത്തിന് വേണ്ടിയിട്ട് അത് ഫ്ലജല്ല പോലെയുള്ള അല്ലെങ്കിൽ ചാട്ടവാറ് പോലെ വാലുകളുള്ള രൂപം സ്വീകരിക്കാനായിട്ട് അതിനെ പറ്റും. നമ്മുടെ വാലുമാക്രിയൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ ഓടി അല്ലെങ്കിൽ നീന്തി നടക്കാൻ പറ്റുന്ന രൂപമുണ്ട്. അതുപോലെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് ഈ അതിന്റെ പുറത്ത് ഒരു 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 കട്ടിയുള്ള ആവരണം ഉണ്ടാക്കി സ്പോറുകളായിട്ട് നമ്മുടെ കൂണിന്റെ അല്ലെങ്കിൽ പൂപ്പലിന്റെ ഒക്കെ പൊടികൾ കണ്ടത് സ്പോറുകൾ എന്ന് പറയും. അതിന് ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ, ഉണക്കിനെ അല്ലെങ്കിൽ വെള്ളമില്ലാത്ത സമയത്തേക്ക് അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ചെളിക്കുള്ളിലോ അല്ലെങ്കിൽ ഈ മണ്ണിനുള്ളിൽ, കുളത്തിന്റെ അടുത്തിട്ടുള്ള മണ്ണിനുള്ളിലോ ഒക്കെ ഇതിങ്ങനെ പുതഞ്ഞു കിടക്കും. അത് വീണ്ടും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ വരുമ്പോൾ അത് അമീബയായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ അമീബ ഉണ്ട് എന്ന് പറയുന്നത് കുറച്ച് അലോസരപ്പെടുന്ന സംഗതി തന്നെയാണ്. ഞാൻ പറഞ്ഞു അമീബ അപൂർവമാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ നാട്ടിൽ ഇത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഈ അമീബ ഈ സ്യൂഡോപോഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ മൂക്കിനുള്ളിലൂടെ കയറുന്ന വെള്ളത്തിൽ നിന്ന് ഈ അമീബ നേസൽ മ്യൂക്കോസ എന്ന ലെയർ താണ്ടി ഓൾഫാക്ടറി നെർവ്, അതായത് മൂക്കിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന ആ നാഡീവ്യൂഹങ്ങൾ വഴിയാണ് തലച്ചോറിലെത്തി അതിനെ ബാധിക്കുക. എന്തായാലും ഈ നീഗ്ലേറിയ ഫൗളറായി എന്ന് പറയുന്ന ഈ അപകടകാരിയായ അമീബ നമ്മുടെ നാട്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇതുപോലെ ചെളിയുള്ള വെള്ളത്തിലൊക്കെ കുളിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കുക. അഥവാ കുളിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ച് വേണം. നമ്മുടെ മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് പറയാറുണ്ട്. ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി CDC തന്നിരിക്കുന്ന പിന്നെ ഉപദേശം അനുസരിച്ച് മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് ക്ലിപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ചെളി കലങ്ങുന്ന രീതിയിൽ കുളിക്കാൻ പാടില്ല. ശരിക്കും ചൂടുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ വാം വാട്ടർ ആണ്, അല്ലെ കുറച്ച് ചൂടുള്ള വെള്ളമാണ്. അത്തരം വെള്ളത്തിലാണ് ഈ അമീബ കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അത് വെള്ളം കുടിക്കാതിരിക്കുക, മൂക്കിനുള്ളിലേക്ക് വെള്ളം കയറാതിരിക്കുക, മൂക്കിനുള്ളിൽ വെള്ളം കയറാതിരിക്കാനായിട്ട് ക്ലിപ്പ് ചെയ്തുകൊണ്ട് കുളിക്കാൻ പറയുന്നത്. അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് കണ്ട സ്ഥലങ്ങളിൽ കുളിക്കാതിരിക്കുക തന്നെയാണ് ബുദ്ധി. അഥവാ കുളിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലുള്ള മുൻകരുതൽ സ്വീകരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പൊ അമീബയെ കണ്ട് മനസ്സിലാക്കിയല്ലോ, ഷെയർ ചെയ്യുക. ഓക്കെ.